ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു കളറിംഗ് ബുക്കിനെ പറ്റി പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പൊ നിങ്ങളൊക്കെ ബിസിനസ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാൽ ഇതൊരു വെബ്സൈറ്റ് ആണ്. വെബ്സൈറ്റിന്റെ പേര് coloringbook.ai എന്നാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ AI ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ AI ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. അതിലൊന്നാണിത്. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുക, എന്തൊക്കെയാണ് പ്രൊസീജിയർ എന്നുള്ളതൊക്കെ ഞാൻ എന്റെ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമുക്കൊരു കളറിംഗ് ബുക്ക് ഒക്കെ ഉണ്ടായിരുന്നു, എനിക്കുണ്ടായിരുന്നു. അപ്പം ലൈക്ക് ആനിമൽസ്, പ്ലാന്റ്സിന്റെ ഒക്കെ ചിത്രമൊക്കെ ആയിട്ട് നമ്മൾ കളർ അടിക്കാം. അപ്പൊ അങ്ങനത്തെ ബുക്ക് നമുക്ക് എങ്ങനെ AI യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ഇതൊരു പെയ്ഡ് വെബ്സൈറ്റ് ആണ്. $6 ആണ് പെർ മന്ത്. അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ നോക്കാട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതാ ഈ പേജിൽ കയറാൻ പറ്റും. അപ്പൊ ആദ്യം നമുക്ക് ഇമെയിൽ ID ചോദിക്കൂട്ടോ. അപ്പൊ ഇമെയിൽ ID ത്രൂ ലോഗിൻ ചെയ്യണം. അങ്ങനെ ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതാ ഈ പേജിൽ എത്താൻ പറ്റും. അപ്പൊ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ കണ്ടോ, ദാ റൈറ്റ് സൈഡിൽ ഒരു 3 ഡാഷ്. അവിടെ പോയാൽ ഇതാ ഇവിടെ കുറെ ഓപ്ഷൻസ് ഉണ്ടാവും. ഫ്രീ കളറിംഗ് പേജ് ഉണ്ട്, ഫോട്ടോ ടു കളറിംഗ് പേജ് ഉണ്ട്, ടെക്സ്റ്റ് ടു കളറിംഗ് പേജ് ഉണ്ട്, കളറിംഗ് ബുക്ക് ജനറേറ്റർ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം മുതലേ ഒന്നൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ എന്താ സ്റ്റാർട്ട് ഫ്രീ നൗ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാ ഇങ്ങനത്തെ ഒരു പേജിലേക്ക് അവർ കൊണ്ടുപോകും. ഇവിടെ അതാ അപ്ലോഡ് യുവർ ഇമേജ് എന്നുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ഫോട്ടോസിൽ ഏതൊക്കെ ഇമേജ് ഉണ്ടോ അതൊക്കെ ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഓൾറെഡി ആദ്യം തന്നെ പറയുകയാണ്, ഇതൊരു പെയ്ഡ് ആപ്പാണ്. അപ്പൊ $6 കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഫീച്ചേഴ്സ് ഒക്കെ അവൈലബിൾ ആയി കിട്ടും. അപ്പൊ ഇവിടെ അപ്ലോഡ് യുവർ ഇമേജ് എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ ഫോട്ടോ ലൈബ്രറി, അതായത് നമ്മുടെ ഗാലറിയിലേക്ക് എത്തിക്കും. അപ്പൊ ഇവിടെ ഞാൻ ഓൾറെഡി ഗൂഗിളിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കൊരു ബട്ടർഫ്ലൈ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് നോക്കാം. അതാ ഈ ഒരു ബട്ടർഫ്ലൈന്റെ ഫോട്ടോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിപ്പോ കളേർഡ് ആണ്. അപ്പൊ അതെങ്ങനെ വരുവാന്ന് ഞാൻ കാണിച്ചു തരാം. അതാ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് എന്നിട്ട് താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ ഉണ്ട്. ഓൾറെഡി ഇതിന് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ വരുള്ളൂ. ഇനി റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്താൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആവും. പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് നോക്കാം. റിമൂവ് വാട്ടർമാർക്ക് ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇവിടെ ജനറേറ്റ് നൗ എന്നുണ്ട്. അപ്പൊ ഈ ജനറേറ്റ് നൗ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ ഇവിടെ നമ്മുടെ ജനറേറ്റ് ആവുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഏകദേശം ഒരു 1 മിനിറ്റ് എടുക്കും ജനറേറ്റ് ആവാൻ വേണ്ടി. അപ്പൊ ഇതൊന്ന് ജനറേറ്റ് ആയി വരട്ടെ. അപ്പൊ ഗൈസ് നമുക്ക് ജനറേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്തത് കണ്ടോ, കളർ ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈന്റെ ഇമേജ് ആണ്. അത് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ് രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഡൗൺലോഡ് PDF എന്നുണ്ട്, ഡൗൺലോഡ് PNG എന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഡൗൺലോഡ് വേണ്ടത്, PDF രീതിയിൽ ഡൗൺലോഡ് വേണമെന്നുണ്ടെങ്കിൽ PDF ത്രൂ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്താൽ അത് നമ്മുടെ ഗാലറിയിലേക്ക് അഥവാ ഫയൽസിലേക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു 10-20 പേജൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ബുക്കായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് മാത്രമല്ല ഇവിടെ വെറൈറ്റീസ് ഓഫ് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പം ഇവിടെ കൺവേർട്ട് ഫോട്ടോസ് ഇൻ ടു കളറിംഗ് പേജ് ഉണ്ട്. അതായത് നിങ്ങൾ എടുത്ത നിങ്ങളുടെ കുട്ടികളെ ഫോട്ടോസോ അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത സീനറീസോ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കളറിംഗ് പേജ് ആക്കി മാറ്റാൻ പറ്റും. പിന്നെ അടുത്തത് ടേൺ എ പിക്ചേഴ്സ് ഇൻ ടു എ കളറിംഗ് പേജ്. അതായത് നേരത്തെ ചെയ്ത മാതിരി തന്നെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ ജനറേറ്റ് AI കളറിംഗ് പേജ് എന്ന് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ അപ്ലോഡ് യുവർ ഇമേജ് എന്ന് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു എലിഫാന്റിനെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എന്താ എലിഫാന്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കീപ് ഫേസ് അൺചേഞ്ച്ഡ്, റിമൂവ് ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ഇത് രണ്ടും നിങ്ങൾക്ക് ലൈക്ക് ഓൺ ആക്കി കൊടുക്കാം. ഇനി ജനറേറ്റ് നൗ കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ വീണ്ടും ഇവിടെ കുറച്ച് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഞാൻ ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ജനറേറ്റ് നൗ എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ അത് ജനറേറ്റ് ആവുന്നുണ്ട്. കുറച്ച് ടൈം വെയിറ്റ് ചെയ്യണം ഗൈസ്. ഒരുപാട് ടൈം എടുക്കും ഇത് ജനറേറ്റ് ആവാൻ വേണ്ടി. എന്നെ സംബന്ധിച്ച് ഇതൊരു നല്ലൊരു വെബ്സൈറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കളറിംഗ് ബുക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. കാരണം ചെറിയ കുട്ടികൾക്കൊക്കെ ഇപ്പം കളറിംഗ് ബുക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ചെറിയ കുട്ടികൾ മാത്രമല്ല വലിയ ആൾക്കാരും ഈ മണ്ടാല ആർട്ട് ബുക്കൊക്കെ വാങ്ങിച്ചിട്ട് കളറിംഗ് ഒക്കെ ടൈം പാസിന് വെറുതെ ഇങ്ങനെ കളറൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതാ മണ്ടാല ആർട്ടൊക്കെ കോപ്പി ചെയ്ത് അതൊക്കെ നിങ്ങൾക്ക് കളറിംഗ് ബുക്കായിട്ട് ലൈക്ക് ഇമേജസ് മാത്രമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഒരു യൂസ്ഫുൾ ആപ്പ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, അങ്ങനെ എലിഫാന്റിന്റെ പിക്കും കൂടി ജനറേറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ.
വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതാ ഇങ്ങനെ ഇമേജ് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളിപ്പോ ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിലും കൂടി ഓരോ കളേർഡ് ഇമേജസ് ഒക്കെ നിങ്ങൾക്ക് ചിത്രം വരക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതാ ഇവിടെ വന്ന് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ അതിന്റെ ഔട്ട്ലൈന് മാത്രമായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല ഡ്രോയിങ്സും ഡയഗ്രാംസ് ഒക്കെ വരക്കാൻ പറ്റും. പിന്നെ അതാ ഇവിടെ ഫോട്ടോസ് മാത്രമല്ല, നമുക്ക് ടെക്സ്റ്റും കൂടി കളറിംഗ് പേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ടെക്സ്റ്റിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ ദാ ഇവിടെ കണ്ടോ, ഫോർ എക്സാമ്പിൾ വുഡൻ ബോക്സ് ഇൻ നേച്ചർ, അവിടെ നിങ്ങൾക്ക് എന്ത് ടെക്സ്റ്റ് ആണോ വേണ്ടത്, അതായത് എന്ത് ഇമേജ് ആണോ നിങ്ങൾക്ക് വേണ്ടത്, അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഒരു ഡോഗിന്റെ ഇത് ഓക്കെ, അപ്പൊ ഞാൻ ഡോഗ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡീഫോൾട്ട് സ്ക്വയർ വേണോ ലാൻഡ്സ്കേപ്പ് വേണോ ഏത് രീതിയിൽ വേണം ചോദിക്കുന്നുണ്ട്. അത് ഏത് രീതിയിലാണെങ്കിലും ഇവിടെ കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ടേൺ ടെക്സ്റ്റ് ടു കളറിംഗ് പേജ് എന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പൊ അതാ വീണ്ടും ഒരു പേജ് വരും. ഇവിടെ നമുക്ക് ഏത് ഏജ് ഗ്രൂപ്പിലെ ആൾക്കാർക്കാണ് ഈ ഡയഗ്രാം വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. 2 to 5 ആണോ, 5 to 10 ആണോ, 18+ ആണോ എന്നൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാ വേണ്ട അത് കൊടുക്കാം. ഞാൻ ഇപ്പൊ ഏജ് 2 to 5 കൊടുക്കുന്നുണ്ട്. പിന്നെ വീണ്ടും ഡയമെൻഷൻ ചോദിക്കുന്നുണ്ട്, അതൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതാ ഇവിടെ ജനറേറ്റ് നൗ എന്ന് കൊടുക്കുക. യെസ്, അപ്പൊ അതാ ജനറേറ്റ് ആവുന്നുണ്ട് ഗൈസ്. ഈ ജനറേറ്റ് ആവാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. അങ്ങനെ ഇതാ ഒരു ഡോഗിന്റെ പിക്ചർ ജനറേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോ 2 to 5 years ഏജിന്റെ കുട്ടികൾക്ക് എന്ന് കൊടുത്തുകൊണ്ടാണ് ഇത്ര ചെറുതായിട്ടുള്ളത് വന്നത്. ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്തിട്ട് ഒരു ബുക്ക് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പം വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ വൺസ് അഗൈൻ ഇതൊരു പെയ്ഡ് ആപ്പ് ആണ് കേട്ടോ. $6, അതായത് ഇന്ത്യൻ റുപ്പീസ് നിയർലി 516 റുപ്പീസ് എന്തോ പേ ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി 500 രൂപ കൊടുക്കണമല്ലോ എന്ന് ചിന്തിക്കുന്നവർക്ക്, നിങ്ങൾ ഇത് ബിസിനസ് ആയിട്ട് കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബുക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ബിസിനസ്സിലൂടെ സെല് ചെയ്ത് അങ്ങനെ ഏൺ ചെയ്യാനും പറ്റും. അപ്പൊ ഇതൊരു ബെസ്റ്റ് ബിസിനസ് പ്ലാറ്റ്ഫോം തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതും അല്ലാണ്ട് ഇതേമാതിരിയുള്ള വെബ്സൈറ്റ്സ് ഒന്നും ഫ്രീ ആയിട്ട് അവൈലബിൾ ഉണ്ട് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഈ വെബ്സൈറ്റിൽ കയറേണ്ട ലിങ്ക് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തായാലും നമുക്ക് അടുത്ത വെറൈറ്റി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.